ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് അമി. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിട്ടിക്കാച്ചി ഐറ്റം റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്ന റെസിപ്പി. അപ്പം അതിനായിട്ട് ഒരു 1.5 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 മീഡിയം സൈസ് ഓണിയനും 2 ടൊമാറ്റോസും പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലീസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈക്ക് വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അധികം മസാലകളൊന്നുമില്ല. നോർമൽ നമ്മൾ ചിക്കൻ ഫ്രൈക്ക് എന്തൊക്കെ മസാല ഇടുന്നോ അതെല്ലാമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പക്ഷേ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇടുന്നത്. കാരണം നമ്മൾ റോസ്റ്റ് ചെയ്യാൻ ഉണ്ടാക്കുമ്പോഴും നമ്മൾ മസാല അവിടെയും ഇടും. അപ്പം ഇത് രണ്ടും കൂടി ഈക്വൽ ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹാഫ് ആയിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊന്നുമില്ല. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 സ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ചിക്കനിലാണ് ഉള്ള വെള്ളത്തിൽ തന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ ചിക്കനിലുള്ള വെള്ളത്തിൽ തന്നെ നല്ലപോലെ ഒന്ന് തേച്ച് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടിട്ട് ചിക്കനെ കളർ വയ്ക്കുന്നത് നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 20 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വന്നപ്പോഴാണെങ്കിൽ 3.5 ഉള്ളി തന്നെ ധാരാളമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത്രയും ഞാൻ ഒരു മുറി ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് ചിക്കൻ ഞാൻ പുറത്തെടുത്ത് വെച്ചു. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതിനകത്ത് പാൻ അടുപ്പത്ത് വെച്ചു. ഒന്ന് ചൂടായിട്ട് വന്നപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്കിതിനകത്ത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്തെടുക്കുന്നത്, ഷാലോ ഫ്രൈ ആണ്. പിന്നെ അതുപോലെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് പോലെ അത്രയും നമ്മൾ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്ത് ക്രിസ്പി ആക്കി ചിക്കൻ അങ്ങനെ വേവിച്ചെടുക്കണ്ട. അപ്പം ഇത് ഞാൻ ഫസ്റ്റ് ബാച്ചെല്ലാം ഇട്ട് കൊടുത്തു. ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാനൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ ഒരു സൈഡൊന്ന് വേവിച്ചെടുത്തു. അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു. അടുത്ത സൈഡ് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വീണ്ടും വേവിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ ഔട്ടർ പാർട്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ഉള്ളിലും ഏകദേശം ഒരു 3/4 വെന്തും വരും. ബാക്കിയുള്ള വേവൊക്കെ നമുക്ക് റോസ്റ്റിലേക്ക് ഇടുമ്പോഴേക്കും ഒന്ന് മൂടി വെച്ച് ബാക്കിയുള്ള വേവൊക്കെ ആക്കി എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ 2 സൈഡും മാറ്റിയിട്ടു. ഇതിൽ ചില സൈഡിലൊക്കെ നല്ലപോലെ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കോരിയെടുക്കേണ്ടത്. അപ്പം ഞാനിത് ഫസ്റ്റ് ബാച്ചിട്ടതെല്ലാം ഇപ്പോൾ പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതെല്ലാം കോരിയെടുത്തു. പിന്നെ ഓൾമോസ്റ്റ് ഒരു 1.5 കിലോനേക്കാൾ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊരു 3 ബാച്ചായിട്ടാണ് ഞാൻ ഇട്ട് വറുത്തെടുത്തിരിക്കുന്നത്. ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓവറായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ എടുത്തു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം, ചിക്കൻ കുറച്ച് ഹാർഡായിട്ടിരിക്കും നമ്മൾ ഈ റോസ്റ്റ് ഉണ്ടാക്കി വരുമ്പോഴേക്കും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ചിക്കൻ കുറച്ച് സോഫ്റ്റുമാണ്, എന്നാൽ അതിൻ്റെ ഔട്ടർ ലെയർ കുറച്ചൊരു ഹാർഡായിട്ടും ഇരിക്കും. ആ ഒരു രീതിയിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ആ ഗ്രേവിയിലും കൂടെ കിടന്ന് കുതിർന്ന് വരുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ചിക്കൻ എല്ലാം ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വറുത്ത എണ്ണ ബാക്കി വരുമല്ലോ, ആ എണ്ണയിലാണ് നമ്മൾ ബാക്കി റോസ്റ്റ് ഉള്ളിയെല്ലാം വഴച്ചെടുക്കുന്നത്. അപ്പോൾ ആ എണ്ണ ഉള്ളി ഇടുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് ഒരു 1/4 സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി പെരുംജീരകത്തിൻ്റെ പൊടിയല്ല, പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പെരുംജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഞാനൊരു 4-5 വറ്റൽമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആ എണ്ണയിലൊന്ന് നന്നായിട്ട് അതിൻ്റെ ആ ഒരു മണവും ഗുണവും ഒക്കെ ആ എണ്ണയിൽ കൂടെ ഒന്ന് വരണമല്ലോ. അതുവരെ വരാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റോളം ഞാനത് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കളറൊക്കെ ഏതാണ്ടൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരും. അതൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 3.5 ഒണിയൻ അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഒണിയൻ ഇട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് ബോധം ഉണ്ടായത്. അത്രയും ചിക്കനും ഈ ഒണിയനും ബാക്കി മസാലകളും എല്ലാം കൂടെ എനിക്ക് ഈ ചെറിയൊരു പാത്രത്തിനകത്ത് എനിക്ക് മിക്സ് ചെയ്തിടാൻ പറ്റില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഉള്ളി കുറച്ചൊന്ന് വഴണ്ട് കഴിഞ്ഞ ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി ബാക്കിയുള്ളതെല്ലാം ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇപ്പോൾ കണ്ടില്ലേ, ഉള്ളിയുടെ കളറൊക്കെ ഏതാണ്ടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. ഇപ്പം ഏതാണ്ട് ഇത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം എല്ലാം ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 വലിയ തക്കാളി, പിന്നെ അതുപോലെ ഗ്രീൻ ചില്ലീസ്, ഒരു 4-5 ഗ്രീൻ ചില്ലീസ് ഉണ്ടായിരുന്നു, അതുപോലെ വട്ടത്തിലായിരുന്നത്, അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒണിയൻ ആ ഒരു കൂടുതൽ വെന്ത് കുഴയത്തില്ല. അതുപോലെ ടൊമാറ്റോയും വെന്ത് കുഴയണ്ട. നമുക്ക് എല്ലാം അങ്ങനെ തന്നെ നമുക്ക് കടിക്കാനൊക്കെ വേണം, കുറച്ച് ക്രഞ്ചിനെസ് വേണം ഒണിയനും.
മറ്റേ സാധാ റോസ്റ്റിലൊക്കെ എല്ലാം ഇങ്ങനെ വെന്ത് കുഴഞ്ഞ പോലെയല്ലേ ഇരിക്കുന്നത് റോസ്റ്റിലൊക്കെ, ഭയങ്കര സോഫ്റ്റ് ആൻഡ് മുഷിയായിട്ടൊക്കെ. പക്ഷേ ഇതങ്ങനെ വേണ്ട നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇതാക്കി അതിനകത്ത് ടൊമാറ്റോ വയ്ക്കുമ്പോൾ സോഫ്റ്റായിട്ട് വന്നാൽ മതി. അപ്പോൾ അങ്ങനെ ആവുന്ന ഒരു പരുവ് വെക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ആദ്യം ഒരു 4 മിനിറ്റ് ഞാൻ അങ്ങനെ ഇട്ടൊന്ന് സോട്ട് ചെയ്ത് തന്നെ അങ്ങനെയൊക്കെ വന്നു. അങ്ങനെ വരുമ്പോൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതും കൂടി ഇട്ട് കൊടുത്തു ഒന്ന് സോട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ കൊറിയാൻഡർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡറും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇതെല്ലാം പക്ഷേ ഈ മസാല ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഇത് ഫ്ലെയിം ഇത്തിരി കുറച്ചിട്ടുണ്ട്, ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം അതിനുശേഷം പിന്നെ ഞാൻ ഒരു 1/4 സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും ഒരു 1/2 സ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സ്പൈസസിൻ്റെയൊക്കെ ആ ഫ്ലേവറാണ് കുറച്ച് പൊന്തി നിൽക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഗരം മസാലയും പെരുംജീരകവും ആദ്യം തന്നെ പെരുംജീരകമായിട്ട് ഇട്ടതും പിന്നെ അല്ലാതെ പെരുംജീരകത്തിന് പൊടിയായിട്ട് ഇട്ടതും ഒക്കെ. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സായി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും ഞാൻ നല്ല തിളച്ച ഒരു 3/4 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്ത് നല്ല, അപ്പോൾ ഓൾറെഡി തിളച്ചതായതുകൊണ്ട് ആ ചൂട് കിടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തിളയ്ക്കാൻ തുടങ്ങും. ചെറിയ തിളയ്ക്കാൻ ഓൾറെഡി വന്നു തുടങ്ങി. അപ്പോൾ ഇത് ഏതാണ്ടൊക്കെ അങ്ങനെ ഒരു ചെറിയ തിളകളൊക്കെ ഇങ്ങനെ ഇപ്പോൾ കാണാമല്ലോ, ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഈ ഒരു വെള്ളത്തിൽ കിടന്ന് ഈ ഉള്ളിയും ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരണം. ഓവറായിട്ട് അങ്ങനെ വെന്ത് കുഴയാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു പരുവത്തിലേക്ക് ഇരിക്കുമ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നേരെ ഇങ്ങോട്ട് തട്ടി കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം അതിനകത്ത് കുറച്ച് എണ്ണയൊക്കെ വാർന്ന് ഇരിപ്പുണ്ടായിരുന്നു ചിക്കനിൽ നിന്ന്, അതൊക്കെ ഒന്നും ഒഴിച്ചു കൊടുക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാലയും ഓണിയനും ടൊമാറ്റോയും ഇതെല്ലാം കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ നല്ല പോലെ കുറേ 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ട് തലങ്ങും വിലങ്ങും ഇതിനൊന്ന് മിക്സ് ചെയ്ത് ഫുള്ളൊന്ന് പെരട്ടിയെടുക്കണം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഓൾറെഡി നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഞാനൊരു 6 തൊട്ട് 7 മിനിറ്റ് വരെ ഞാനൊന്ന് വേവിക്കുന്നുണ്ട് ചിക്കനെ. കുറച്ചുകൂടെ ബാക്കി വേവാനുള്ളതും കൂടെ ഞാൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുമ്പോഴാണെങ്കിൽ കാണാമല്ലോ കുറച്ച് വെള്ളം ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പരുവം നമുക്ക് മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ തന്നെ ചിക്കനും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഓണിയനാണെങ്കിലും ഓവറായിട്ട് അങ്ങനെ വെന്ത് കുഴഞ്ഞ് പോയിട്ടുമില്ല. ടൊമാറ്റോയും അത്യാവശ്യം ഇവിടേക്ക് ഇങ്ങനെ കാണാനായിട്ട് കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റ് എന്ന് പറയുന്നത്. ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് മിനിമലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട്. പക്ഷേ ആകെയുള്ള കുറച്ച് പണിയെന്ന് പറയുന്നത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് പിന്നെ അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു മസാല ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്ന് ആഡ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മൂടിയൊക്കെ വെച്ച് വേവിക്കുമ്പോൾ രണ്ടിൻ്റെയും ഒരു സത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് മിക്സായി ബ്ലെൻഡായിട്ടൊക്കെ വരുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പച്ചയ്ക്ക് തന്നെ കടിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടും ഈക്വലായിട്ട് 1/4 സ്പൂൺ ഗരം മസാലയും 1/4 സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും. അതായത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമൊന്നും പോകണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ സ്റ്റൗ അങ്ങനെ തന്നെ ഞാൻ ഓഫ് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു റോസ്റ്റിന് ഈ സ്പൈസസിൻ്റെ ചുവയാണ് കുറച്ചൊന്ന് മുന്തി നിൽക്കേണ്ടത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് മുന്തി നിൽക്കാനാണ് ലാസ്റ്റും കൂടെ കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് ഗരം മസാലയും ഈ പെരുംജീരകത്തിൻ്റെ പൊടിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ എരിവുണ്ടോയെന്ന് വെച്ചാൽ എരിവുണ്ട്, കാരണം ചിക്കനിലും നമ്മൾ എരിവ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളി വഴറ്റിയപ്പോഴും നമ്മൾ ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എരിവിന് എരിവുമുണ്ട്, എന്നാൽ സ്പൈസസിൻ്റെ ആ ഒരു ഫ്ലേവറാണ് കുറച്ചുകൂടെ കൂടി നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ. അപ്പോൾ ടാറ്റാ, ബൈ.